നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ലം അറക തസൂമു ശഹ്റൻ മിന അശ്ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. താങ്കൾ ശഅബാൻ മാസത്തിൽ നോമ്പെടുക്കുന്നത് പോലെ മറ്റു മാസങ്ങളിലൊന്നും സുന്നത്ത് നോമ്പുകൾ ഇങ്ങനെ അനുഷ്ഠിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക ശഹ്റുൻ യഗ്ഫലു അന്നാസു അൻഹു ബൈന റജബിൻ വറമളാൻ. ഒരു മാസം എന്ന് വെച്ചാൽ റജബിന്റെയും റമളാനിന്റെയും ഇടയിൽ ആളുകൾ അശ്രദ്ധയിലായി പോകുന്ന ഒരു മാസമാണ്. ഹുവ ശഹ്റുൻ തുർഫഉ ഫീഹി അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ. ഈ മാസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ ഒരു വർഷത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് ഉയരുന്ന, അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തുന്ന ഒരു മാസമാണിത്. ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിം. അതുകൊണ്ട് തന്നെ എന്റെ സൽക്കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയരുന്ന സമയത്ത് ഞാൻ നോമ്പുകാരനായിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, ഈ ഹദീസിൽ വളരെ പ്രധാനപ്പെട്ട പാഠമുണ്ട്. ധാരാളമായി സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കേണ്ട മാസമാണ് ശഅബാൻ മാസം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സൽക്കർമ്മങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒന്ന് സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്, വലം അറഹു സായിമൻ മിൻ ശഹ്രിൻ ഖത്തു അക്സറ മിൻ സിയാമിഹി മിൻ ശഅബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിലേതുപോലെ ധാരാളക്കണക്കിന് നോമ്പ് വർദ്ധിപ്പിക്കുന്നത് ഞാൻ മറ്റൊരു മാസത്തിലും കണ്ടിട്ടേയില്ല. കാന യസൂമു ശഅബാന കുല്ലഹ്. അവിടുത്തെ ശഅബാൻ മാസം പൂർണ്ണമായി തന്നെ നോമ്പെടുക്കുമായിരുന്നു. കാന യസൂമു ശഅബാന ഇല്ലാ ഖലീല. അഥവാ ശഅബാൻ മാസത്തിൽ കുറഞ്ഞ ദിവസങ്ങൾ ഒഴികെ ബാക്കിയുള്ള ദിവസങ്ങളിൽ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിക്കുമായിരുന്നു.